നമസ്കാരം മക്കളെ, ഇത് പ്രത്യേക രുചിക്കൂട്ടുകളാൽ തയ്യാറാക്കിയിരുന്നൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തുള്ളി ചാറ് മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് 2 ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇതേ രീതിയിലോ അല്ലെങ്കിൽ ഇച്ചിരി ലൂസായിട്ടോ ഈ കറി തയ്യാറാക്കാം. അപ്പം ഇതിൻ്റെ പേരാണ് പൂണ്ടുകുളമ്പ് എന്ന്. ഇതൊരു തമിഴ്നാടിൻ്റെ കറിയാണ് കേട്ടോ. അവരാണല്ലോ പ്രത്യേക രുചിക്കൂട്ടുകളാലൊക്കെ വെജിറ്റേറിയൻ കറികളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഈ കറിയുടെ രുചിയെക്കുറിച്ച്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കറി തയ്യാറാക്കും. പിന്നെ ഈ കറി കഴിച്ചിട്ടുള്ളവർക്കും അറിയാം ഈ കറിയുടെ രുചി. അപ്പം ഇതിനായിട്ട് പ്രത്യേക രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്നത് നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് രുചികരമായ രീതിയിൽ ഈ ചോറ് ഇത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അത്രയ്ക്ക് രുചിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. ഇത് തയ്യാറാക്കി കഴിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ രുചി അറിയുള്ളൂ. നമുക്ക് അറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് വെളുത്തുള്ളിയാണ്, പൂണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് കറിക്ക് കൂടുതൽ കഷ്ണം വേണമല്ലോ, അതിന് നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാമോളം ചെറിയ ഉള്ളി കാണും. ഞാൻ വെളുത്തുള്ളി ഒരു 2 കുടമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എത്ര വേണമെങ്കിലും ചേർത്താലും ഒരു കുഴപ്പവും ഇല്ല. അപ്പം നമുക്കിതിനകത്ത് രുചി കൂട്ടാനായിട്ട് വേറെ പ്രത്യേക രുചിക്കൂട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കുഴമ്പ് രൂപത്തിലൊന്ന് മൂപ്പിച്ച് വറുത്ത് അരച്ചെടുക്കുന്ന ഒരു കൂട്ടാണ്. അതിനായിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 10 ചെറിയ ഉള്ളിയും എടുക്കുന്നുണ്ട്, ഒരു 6 വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 തണ്ടോ 3 തണ്ടോ അല്ലെങ്കിൽ 1 തണ്ടോ കറിവേപ്പില എടുക്കാം. ഞാൻ 1 തണ്ട് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും എടുക്കുന്നുണ്ട്. അത് നമ്മൾ വറുത്ത് അരച്ച് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് പിന്നീടത് വറുത്ത് അരച്ചെടുക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേക രുചിക്കൂട്ടെന്ന് പറയുമ്പം പൂണ്ട് കുളമ്പാണല്ലോ. കുളമ്പെന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു മസാലപ്പൊടിയുടെ പേരാണ് കേട്ടോ. ഇതിൻ്റെ മസാലയാണ്, ഇതിൻ്റെ അരപ്പാണ്, ഇതിൻ്റെ രുചിക്കൂട്ടാണ്. ആ കൂട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇത് പാണ്ടിമുളക് എന്ന് പറയും ഞങ്ങളിത് കേട്ടോ. എരിവുള്ള മുളകാണ്. ഇതൊരു 12 മുളക്. നമ്മൾ കുറേ പൊടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് ഇത്രയും പൊടി എടുക്കില്ല കേട്ടോ. ഇതിൽ ഒരു ഭാഗം മാത്രമേ എടുക്കുള്ളൂ. അതിന് 12 മുളകും. ഈ 12 മുളകിന് ചേർക്കാനായിട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിയും, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ തുവരപ്പരിപ്പും, 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മൾ കടലപ്പരിപ്പും, പിന്നെ 2 ടീസ്പൂൺ നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാൻ കേട്ടോ കുരുമുളകും എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ കഷ്ണം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്ത് നമ്മൾ ലൂസാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം, അതായത് ഒരു 100 ഗ്രാം കണക്കാക്കി, അല്ലെങ്കിൽ നമ്മൾ ശർക്കര നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. എരിവ് അതിന് എടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ രുചിക്കൂട്ട്, അതായത് കുളമ്പ്, മുളകായി തൂള്, അതായത് മുളക് പൊടി തയ്യാറാക്കാനായിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. അപ്പം ചീനിച്ചട്ടി അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചീനിച്ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ മുളകും ചൂടാകും. അല്ലെങ്കിൽ ചൂടായ ചീനിച്ചട്ടിയിലോട്ട് ഇട്ടാൽ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മുളക് ഇട്ടിട്ട് നമുക്കിത് ഈ കുളമ്പ് തയ്യാറാക്കാനായിട്ടാണ് നമ്മുടെ ഈ മുളക് പൊടി. ഇതിനകത്തുള്ള രുചിക്കൂട്ടിൻ്റെ പേരാണ് മുളകായി തൂളെന്നാണ് തമിഴിൽ പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ടാണ് നമ്മളിതെല്ലാം ഓരോന്നോരോന്നിട്ട് ആദ്യം മുളകിട്ട് മൂപ്പിച്ച്, പിന്നെ മല്ലിയിട്ട് മൂപ്പിച്ച്, പിന്നെ നമ്മുടെ തുവരപ്പരിപ്പും കടലപ്പരിപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ട് കൈവിടാതെ നമുക്കിത് വറുത്ത് എടുക്കണം. നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കണ്ടില്ലേ ഡ്രൈ ആയിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് പകർന്ന് വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയൊക്കെ വറക്കാനായിട്ട് നല്ലെണ്ണ, നമ്മുടെ നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതാണ് തമിഴ്നാടിൻ്റെ കറിയുടെയൊക്കെ പ്രത്യേകത കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് ഒന്ന് വറക്കുന്നുണ്ട്. വറുത്ത് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല ഫ്രൈ ആയിട്ട് എടുക്കും. നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിട്ട് നമ്മളത് കുഴമ്പ് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. ടേസ്റ്റിൻ്റെ പ്രത്യേക മണവും ഒക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വറുത്ത് നല്ല ഫ്രൈ ആയിട്ടൊന്ന് തണുക്കാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ, നല്ലെണ്ണ ആയതുകൊണ്ട് ഇത് പതഞ്ഞ് വരുമല്ലോ ചൂടാകുമ്പോൾ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകിട്ടു, വറ്റൽമുളക് ഇട്ടു, 3-4 വറ്റൽമുളകും ഇട്ട്, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട്, എന്നിട്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞു ഒന്നും പോകത്തില്ല. നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉള്ളിയും ഇട്ട് മൂപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മൾ നമ്മുടെ പൊടിക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ മുളകായി തൂളുണ്ടല്ലോ, അത് നമ്മൾ പൊടിക്കാനായിട്ട് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. അപ്പോൾ മിക്സിയിലേക്ക്, ഈ പൊടിച്ച മിക്സിയിലേക്ക് തന്നെ പൊടി നമ്മൾ നല്ല ചന്ദനം പോലെ പൊടിച്ചെടുത്ത് നമ്മൾ ഇതിനകത്തിട്ട് തന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ
ഉഴുന്നും എല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചെറിയ ഉള്ളെല്ലാം മൂത്തിട്ടുള്ളതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിന്നെ കായപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളർ കിട്ടാനും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റാക്കി നല്ല റോസ്റ്റ് ചെയ്ത് നല്ല ഫ്രൈ നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഈ കറിയുടെ രുചി കൂട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ മുളക് പൊടിയും പിന്നെ കായവും എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മണമാണ്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉഴുന്നും എല്ലാം കൂടെ വറുത്തില്ല അതും ചേർത്ത് ആ മിക്സിയും കഴുകി ഒഴിച്ച് ആ വെള്ളത്തിൽ നമ്മൾ ഇനി ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂക്കണമല്ലോ, അതിൻ്റെ ഈ മസാലയൊക്കെ പിടിക്കണം അതിനകത്ത്. അപ്പോൾ നല്ല മൂത്ത് പറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, പറ്റി വന്നു. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കും. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി നമ്മൾ ഇതിലേക്ക് 3 ടീസ്പൂണേ ചേർക്കത്തുള്ളൂ കേട്ടോ. 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ അത് മതി. അതും കൂടെ കൂട്ടി യോജിപ്പിച്ച് ബാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കും, നമുക്ക് അടുത്ത കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളവും പുളിയും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലൂസാക്കി വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളിവെള്ളം നമുക്ക് ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിന് പുളി ചേർക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും പുളി മതി, അതുകൊണ്ട് നമ്മൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ പുളിവെള്ളം എല്ലാം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, അപ്പോൾ നമ്മുടെ ഈ നമ്മൾ മുളക് പൊടി ഉണ്ടാക്കില്ല, മുളകായി തൂള്, അപ്പോൾ അത് ഇങ്ങനെ കുറുകി വരുമല്ലോ അതിനകത്ത് ഈ പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നല്ല കുറുകിയ ചാറുള്ള കറിയാണ്. നമ്മൾ 1 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുള്ളെങ്കിൽ പോലും എന്നിട്ട് നല്ലതുപോലെ ഇത് കുറുകി വരും കേട്ടോ. ഇത് തിളച്ച് കുറുകുന്നതനുസരിച്ച് ഈ സമയത്ത് നമ്മൾ ഉലുവ ചേർത്തില്ല, നമ്മൾ ഉലുവയും കൂടെ ചേർത്താണ് ആ പൊടി പൊടിക്കുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് ചേർത്തില്ല, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും ഈ സമയത്ത് ചേർത്തു. അപ്പോൾ ശർക്കര ചേർക്കുന്ന നമ്മൾ എരിവും പുളിയെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളത് നല്ല മിക്സ് ചെയ്തെടുത്ത് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കുമ്പോൾ കുറുകി നമ്മളിനി പൊടിച്ച് വെച്ചാൽ ആ പൊടി നമ്മൾ വേറെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേറെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ, കറികൾക്ക് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല കുറുകി വന്നിട്ട് കണ്ടില്ലേ. ഇനി എണ്ണയൊക്കെ ഒന്നും കൂടെ തെളിഞ്ഞ് വരണം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി കറി കേട്ടോ. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം മക്കളെ, ചെയ്തിട്ടില്ലാത്തവർക്ക് ഒരു തവണയെങ്കിലും ചെയ്യണം. അപ്പം അതുപോലെ തന്നെ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന മക്കൾ അമ്മയെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒന്ന് നമ്മളത് അടച്ചു വെച്ച് നമ്മുടെ കറി നല്ല കുറുകി ഈ കുറച്ച് വെള്ളം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ കേട്ടോ. നമുക്ക് ഇത്രയും മതി, ഇതേ കൺസിസ്റ്റൻസി മതി. കണ്ടില്ലേ നമ്മുടെ കറി എന്താ ടേസ്റ്റ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേ രീതിയിൽ രുചിയുമാണ്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ കണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും ചെയ്യണം. നമ്മുടെ വീട്ടിൽ കറിയൊന്നും വെക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണ്ട. ഇങ്ങനെയൊക്കെയുള്ള കറി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് ടേസ്റ്റ് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ചെയ്ത് കഴിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഹൈപ്പൂടെ ചെയ്യണം കേട്ടോ മക്കളെ. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബൂടെ ചെയ്ത് അമ്മയെ സഹായിക്കണം. അപ്പം കണ്ടില്ലേ, ഈ ടേസ്റ്റി കറി കൂട്ടി ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ മക്കളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം മക്കളെ. അതുവരേക്കും എല്ലാവർക്കും അമ്മയുടെ നന്ദി, നമസ്കാരം.